ചോദ്യവും 9ാം ക്ലാസ്സിലെ ഒരു മോളാണ് എനിക്ക് മെസ്സേജ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ചോദ്യത്തിന് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. എല്ലാ പ്രാവശ്യവും എക്സാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. പേഴ്സ് ഓഫ് ഇക്വേഷനിലെ 11ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ടാവും. ആ ക്വസ്റ്റ്യൻ ചെയ്താലോ ഇപ്പൊ നിങ്ങൾ 8ലോ 10ലോ നിങ്ങൾ ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും പഠിച്ചോളൂ, പ്രശ്നമില്ല. മാത്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക, സാർ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഇതിപ്പോ ചോദിച്ച ആളുടെ പേര് സാറിന് ഓർമ്മയില്ല, അതായത് എന്തോ ഒരു പേരായിരുന്നു. ഞാൻ എന്നിട്ട് പേര് ചോദിച്ചിരുന്നു, പക്ഷെ കമന്റിൽ വന്നില്ല. അപ്പൊ ആൾക്ക് ഈ ചോദ്യം ചോദിച്ച ആൾക്ക് ഡെഡിക്കേറ്റ് നല്ല ക്വസ്റ്റൻ ആണ്. സാർ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വേഗം ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ഒരു ഫ്രാക്ഷൻ ഞാൻ ഇവിടെ വായിക്കാം. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടാവും. മലയാളത്തിൽ പറ സാറേ, ഒരു അംശം ഉണ്ടാവും, ഒരു ഛേദം ഉണ്ടാവും. നമുക്കതിനെ എക്സ് ബൈ വൈ എന്ന് വിളിക്കാം. എക്സ് എന്താ? എക്സ് ആണ് നമ്മുടെ ന്യൂമറേറ്റർ അംശം. വൈ എന്താ? വൈ ആണ് ഡിനോമിനേറ്റർ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് ന്യൂമറേറ്ററിന്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോ 1/3 ആയി. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3 എന്ന് പറഞ്ഞത്. അതായത് ഈ ന്യൂമറേറ്ററിന്റെ കൂടെ ഞാൻ 1 കൂട്ടിയപ്പോ ഫ്രാക്ഷൻ എന്തായി മാറി? 1/3. ഇത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള ഹിന്റ് ആട്ടാ. എങ്ങനെയാ സാർ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കുക? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 അങ്ങനത്തെ എന്തെങ്കിലും മോഡൽ ഇക്വേഷൻ വേണ്ടേ? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ 3 പുറത്തോട്ട് കൊണ്ടുപോയി, അതുപോലെ വൈനെ പുറത്തോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ കൊണ്ടുപോയി കൂടെ. അപ്പൊ 3 ഇങ്ങോട്ട് വന്നു, വൈ അങ്ങോട്ട് പോയി. 3 ഇങ്ങോട്ട് വരുമ്പോ 3 into x plus 1 എന്ന് കൊടുക്കണം. y ഡയറക്റ്റ് y into 1 ഡയറക്റ്റ് y എന്ന് കൊടുക്കാം. അതൊരു പ്രശ്നമില്ല. ഇതും ഒരു ഇക്വേഷൻ തന്നെയുള്ള പോലെ അല്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ ആയിട്ടില്ലല്ലോ. അങ്ങനെ ആക്കാൻ വേണ്ടി നമുക്ക് 3 ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x plus 3 is equal to y. ഇപ്പോഴും മെനി ആയിട്ടില്ല. കാരണം x കഴിഞ്ഞ y വേണം. എക്സും വൈയും തമ്മിൽ സംഭവം ഉണ്ട്. അപ്പൊ x കഴിഞ്ഞ y വേണം. അതുകൊണ്ട് ഞാൻ ഈ പ്ലസ് വൈനെ പുറത്തോട്ട് കൊണ്ടുവന്നു, പ്ലസ് 3 അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായിട്ട് മാറി? 3x minus y is equal to -3. എങ്ങനെയാ സാറേ -3 വന്നത്? പ്ലസ് 3 ഈക്വൽ ടു അപ്പുറത്തോട്ട് മൈനസ് വരില്ലേ? വരും. ആദ്യത്തെ ഇക്വേഷൻ സെറ്റ് ആയിട്ടാ. എപ്പോഴും എനിക്ക് 2 ഇക്വേഷൻ വന്നാലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കാൻ പോവാണ്. എന്തോ ഒരു ഹിന്ദി ക്വസ്റ്റ്യനിലുണ്ട്. ഇഫ് ഇൻസ്റ്റഡ് 1 is added to the denominator. അപ്പൊ ന്യൂമറേറ്ററിൽ ഒന്ന് ആഡ് ചെയ്ത പോലെ അടുത്ത സ്റ്റെപ്പിൽ പറയാണ്. നീലമഷി എടുക്കട്ടേട്ടാ. 2 സെറ്റാ, നീലുണ്ട് ബ്ലാക്ക് ഉണ്ട്. ഞാൻ എന്റെ മോൻ. ഇനിയിപ്പോ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. ന്യൂമറേറ്റർ എക്സ് ആയിട്ട് എടുക്കുക, ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ വൈന്റെ കൂടെ 1 കൂട്ടുക, y പ്ലസ് 1. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോ എത്ര കിട്ടിയ? 1/4 കിട്ടിയെന്ന് പറയണേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലേക്കുള്ള ഹിന്റ്. രണ്ടാമത്തെ ഇക്വേഷനിലേക്കുള്ള ഹിന്റ്. നേരത്തെ ഇതുപോലെ ചെയ്യാത്ത 4 അങ്ങോട്ട് കൊണ്ടുപോകുന്നു, 4 അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ y പ്ലസ് 1 ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 4 into x എന്താ? 4 into x 4x അല്ലേ? അല്ലേ? അതെ. പ്ലസ് അല്ല, 4 into x 4x പിന്നെ ഈക്വൽ ടു അല്ലേ? 4 ഇങ്ങോട്ട് പോയി, 4x ഈക്വൽ ടു y പ്ലസ് 1 into 1. ഏതൊരു സംഖ്യയുടെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ ആയിരിക്കും കിട്ടുക. 4x ഈക്വൽ ടു y പ്ലസ് 1 ആണ് അടുത്തത്. ഇവിടെ ഞാൻ വർക്കിംഗ് കോളം വരയ്ക്കട്ടെ. പിശുക്കാണ്. ഞാൻ അടുത്ത് കൃത്യമായിട്ട് ഇവിടെ സോൾവ് ചെയ്യൂട്ടാ. അപ്പൊ എനിക്കിത് ഇക്വേഷൻ മോഡലല്ല. 4x ഈക്വൽ ടു y പ്ലസ് 1 ഇക്വേഷൻ മോഡലല്ല. പ്ലസ് y ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -5 ആവും. 4x - y is equal to 1. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത കുട്ടപ്പന എടുത്തു, ബ്ലാക്ക് മാർക്കർ എടുത്തു. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ x/y എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ആ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻ കിട്ടില്ലേ? അപ്പൊ 2 ഇക്വേഷൻ ഒന്നും എടുത്ത് എഴുതാൻ പോവാട്ടെ. അതായത് ഫസ്റ്റ് ഇക്വേഷൻ 3x - y is equal to -3. രണ്ടാമത്തെ ഇക്വേഷൻ ഏതാ? 4x - y is equal to 1. ഇപ്പൊ എന്താ ചെയ്യാ? എക്സുകൾ സെയിം ആയിട്ടില്ല, പക്ഷെ വൈകൾ സെയിം ആണ് അല്ലെ? -y രണ്ടും ഒരേ സംഖ്യയാണ്. അതിന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്താൽ ശരിയാവുമോ? ഇപ്പൊ രണ്ടും ആഡ് ചെയ്താൽ 4 ആവുക. പക്ഷെ 2 വന്നത് ഒഴിവാക്കണം നോക്കുക. 2 ഒഴിവാക്കണം നോക്കുക. എന്ത് ചെയ്യുക? കുറച്ചാൽ മതിയില്ല. 2 - 2 0 ആയിട്ട് പോകൂലെ? അതുപോലെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ -2y വരും. നിങ്ങൾ നോക്കിയേ, -y പ്ലസ് -y ചെയ്യുമ്പോൾ ഈ പ്ലസും മൈനസും കൂടിയിട്ട് -y -2y ആവുക. ഇത് കാര്യമില്ല ചെയ്തിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരേപോലെയുള്ള ആൾക്കാരാണെങ്കിൽ മൈനസ് ചെയ്യാൻ പഠിക്കുക. -3 - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ -4 ആണെന്നറിയാം. -5 - -y ക്യാൻസൽ ആയി പോയി. ഓക്കെ, -y ഈ മൈനസ് കൂടി പ്ലസ് ആവില്ലേ? അങ്ങനെ -y 0 ആയിട്ട് പോയി. 3x - 4x എത്രയാ? 4x - 3x ആണെങ്കിൽ വെറും x, 4x - 3x ആണെങ്കിൽ ഒരു x. നേരെ തിരിച്ചാ. ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വരുന്ന അറിയാം അല്ലെ? അപ്പൊ 3x - 4x എന്ന് പറഞ്ഞാൽ -x ആയിരിക്കും. -x - 4 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ? x ആരാ? 4 കിട്ടിയില്ലേ? x കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നോക്കിയേ. y കണ്ടുപിടിക്കാൻ 3x + 3 ആണ് y എന്നറിയാം. y is equal to എന്താണെന്നറിയാം? 3x + 3. പോളിനോമിയൽസിൽ പഠിച്ചുള്ള പോലെ തന്നെ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ? എക്സിന്റെ പ്ലേസിൽ 4 കൊടുത്താ. പോളിനോമിയൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല കേട്ടാ. പോളിനോമിയൽ നിങ്ങൾക്ക് വരാൻ പോണുള്ളൂ. 9ാം ക്ലാസ്സിലെ മക്കളാണല്ലോ അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരും. എന്താ? 3x + 3 ആണ് y.
3x+3 എന്നല്ല അതിന്റെ മീനിങ്. ഇൻറ്റു അല്ല ചെയ്യണ്ടേ? എക്സിന്റെ വാല്യൂ നമുക്ക് 4 ആണെന്നറിയാം. 3 × 4 + 3. അതാ ഗൈസ് നമ്മൾ ആൻസറിലേക്ക് എത്താണ്. 12 + 3 15. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഇല്ല, നമുക്ക് ഫ്രാക്ഷൻ എടുത്ത് എഴുതാം. ഫ്രാക്ഷൻ x/y ഫോമിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 4, വൈന്റെ വാല്യൂ കിട്ടി 15, 4/15 ആയിരിക്കും റൈറ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട് മക്കള്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ സ്റ്റാർട്ടിംഗ് ഫേസിലാണ്. 9ാം ക്ലാസ്സിലെ എല്ലാ മക്കളിലേക്കും ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ 10ലും 8ലും പഠിക്കുന്ന മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ. താങ്ക് യു.